നമസ്കാരം. 2025 സെപ്റ്റംബർ 22 വന്ന പുതിയ GST നയങ്ങൾ ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ചെറു കാറുകളുടെ സെയിൽ കൂടാൻ ഏറ്റവും പ്രധാനമായിട്ടൊരു കാരണമായി മാറി എന്നുള്ളത് സത്യമാണ്. എന്നാൽ മൈനർ കോസ്മെറ്റിക് അപ്ഡേഷനൊക്കെ കൊണ്ടുവന്ന് കമ്പനികൾ വീണ്ടും ആ കാറുകളുടെ വില പഴയ രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത. ഇന്നത്തെ വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2025 ഡിസംബർ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റ ഹാച്ച് ബാക്ക് വാഹനങ്ങളെ 1 മുതൽ 10 വരെ നമ്മൾ റാങ്ക് ചെയ്യാൻ പോവുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ ഇത്തരത്തിലുള്ള അപ്ഡേഷനൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. 10ാമത്തെ സ്ഥാനത്ത് ടാറ്റ മോട്ടോഴ്സിൻ്റെ വളരെ മികച്ച ഒരു വാഹനമാണ് ആൾട്രോസ് ആണ്. ആൾട്രോസിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നല്ല ബോഡി ക്വാളിറ്റി, അതുപോലെ ടാറ്റയുടെ വാഹനങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനൊരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യാണ്. പഞ്ച് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ചേസിൻ്റെ മുകളിൽ ഒരു ഫുൾ പഞ്ച് എന്ന് പറയുന്ന വാഹനം ഹാങ് ചെയ്ത് നിൽക്കുന്ന വീഡിയോസൊക്കെ വെളിയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 1000 കിലോയ്ക്ക് മുകളിലുള്ള ഭാരമുള്ള കണ്ടെയ്നർ പഞ്ചിൻ്റെ ചേസിന് മുകളിൽ വെച്ചിട്ടുള്ള വീഡിയോസൊക്കെ വെളിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കേസിൽ സാധാരണഗതിയിൽ സേഫ്റ്റി എന്ന് പറയുന്നത് ഒരു ബെഞ്ച് മാർക്കാക്കി അവർ വെച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ അത് കൂടുതൽ ജനകീയമാക്കി എന്നുള്ളതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. 2025 ഡിസംബർ മാസത്തിൽ ആൾട്രോസ് ആൽഫ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനവും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പഞ്ചിൻ്റെ കാര്യം ഇവിടെ എടുത്തു പറഞ്ഞത്. ഈ ഒരു വാഹനവും 90 ഡിഗ്രി ഡോറുകൾ തുറക്കാൻ കഴിയുന്നൊരു വാഹനം തന്നെയാണ്. എന്തിനാണ് ഈ ഒരു ചേസിനെ കുറിച്ച് ഇവിടെ ഇത്രയും പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ അത് ഏത് തരം ചേസിസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലക്ട്രിക് വേർഷൻ വരും എന്നിങ്ങനെ പറഞ്ഞതല്ലാതെ അത് വന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം മൊത്തത്തിൽ ഈ ഒരു വാഹനം മാറി ഈ ഒരു നെയിം പ്ലേറ്റിൽ തന്നെ മറ്റൊരു അവതാരത്തിൽ ഇലക്ട്രിക് രൂപത്തിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധ്യത. കാരണം ഇതിനൊരു ലൈഫ് സൈക്കിൾ ഉണ്ട് എന്നുള്ളതാണ് അവരുടെ പാസഞ്ചർ മോട്ടോർ വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ പാസഞ്ചർ സെയിൽ വിഭാഗത്തിൻ്റെ ഹെഡായിട്ടുള്ള ശൈലേഷ് ചന്ദ്ര സാർ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ എടുത്തു ഒരു കാര്യം കൂടി ആഡ് ചെയ്യാനുണ്ട്. കാരണം ഇതൊക്കെ ലെങ്തി ആയി പോകുന്നു എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് പറയേണ്ട കാര്യമാണ്. പഞ്ചിൽ എന്തുകൊണ്ട് ഡീസൽ കൊടുത്തിട്ടില്ല എന്നൊരു ചോദ്യം വന്നപ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ഒഫീഷ്യൽസ് പറഞ്ഞത് BS6 നോംസിലേക്ക് വേണ്ടിയിട്ട് ആ ഒരു എഞ്ചിനെ കൊണ്ടുവന്ന് അത്തരത്തിൽ ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആക്കിയ ഒരു ഡീസൽ എഞ്ചിൻ കൊണ്ടുവരുമ്പോൾ പ്രൈസ് കൂടിപ്പോകും എന്നുള്ളതാണ്. പ്രൈസ് അങ്ങ് ഓവർലാപ്പ് ചെയ്ത് നെക്സോണുമായിട്ട് ഓവർലാപ്പ് ചെയ്യും എന്നുള്ളതാണ്. ശരിക്കും പഞ്ചിനകത്ത് ആൾട്രോസിലുള്ള ആ 1.5 ഡീസൽ എഞ്ചിൻ കൊണ്ടുവന്നെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചിന് ഒരു 25 കിലോമീറ്ററിൻ്റെയൊക്കെ മുകളിൽ 25നോട് അടുത്തൊക്കെ തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കും. പോട്ടെ 24 കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഒരു 11 ലക്ഷമൊക്കെ അല്ലെങ്കിൽ ഒരു 10 പോയിൻറ്റ് സംതിങ് ഒക്കെ ഒരു എക്സ്ഷോറൂം പ്രൈസിൽ വന്നാൽ പോലും ബേസ് മോഡൽ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങും. ആളുകൾ വാങ്ങുക എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകൾ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും പഞ്ചിലേക്ക് പോകും. കാരണം ഇത്തരത്തിലുള്ള വലിയ ഇലക്ട്രിക് കാറുകൾ പരിപാലിക്കുന്നത് പോലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും ഡീസൽ കാറുകൾക്കില്ല എന്നുള്ളത് വാസ്തവം തന്നെയാണ്. അപ്പോൾ 2025 ഡിസംബർ മാസത്തിൽ ആൾട്രോസ് 2871 യൂണിറ്റുകൾ ടോട്ടൽ അവർ വിറ്റു എന്നുള്ളതാണ്. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ ടിൻ സിലിണ്ടർ ടെക്നോളജിയിലുള്ള CNG വരുന്നുണ്ട്. അതുമാത്രമല്ല പെട്രോൾ വരുന്നുണ്ട്. പിന്നെ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡിസ്കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഡീസൽ ഉണ്ട്. എന്തുകൊണ്ട് ഡീസൽ ഇവിടെ കൊടുക്കുന്നു പക്ഷേ പഞ്ചിൽ കൊടുക്കുന്നില്ല? രണ്ട് വാഹനത്തിലും സെയിം ടെക്നോളജിയൊക്കെ തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡീസൽ എഞ്ചിനെ BS6ലേക്ക് മാറ്റുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് ആൾട്രോസിനും ബാധകമല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ലെങ്തി ആയിട്ട് ഈ ഒരു കാര്യം പറഞ്ഞത്. 9ാമത്തെ സ്ഥാനത്ത് ഹ്യുണ്ടായുടെ i20 ആണ്. 3339 യൂണിറ്റുകളാണ് 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു ഹാച്ച് ബാക്ക് വിറ്റത്. ഇതിലൊന്നും ഈ ഒരു വാഹനം അവൈലബിൾ അല്ല. പെട്രോളിലും അതുമാത്രമല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള N-Line എന്ന് പറയുന്ന ഒരു വേർഷനിലുമാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. നമ്മൾ ആൾട്രോസിൻ്റെ വില പറയാൻ വിട്ടുപോയി. 6,30,000 മുതൽ 10,51,000 വരെ ആയിരുന്നെങ്കിൽ i20യുടെ കാര്യത്തിൽ അത് 6,87,000 മുതൽ 10,57,000 വരെയാണ്. പക്ഷേ N-Line എന്ന് പറയുന്ന പെർഫോമൻസ് ഓറിയൻറ്റഡ് വാഹനത്തിന് 9,22,000 മുതൽ 11,67,000 വരെയാണ്. ഇനി 8ാം സ്ഥാനത്ത് നല്ല സീറ്റിംഗ് പൊസിഷനുള്ളൊരു വാഹനം, നല്ല കംഫർട്ട് നൽകുന്നൊരു വാഹനം, എവിടെയും പാർക്ക് ചെയ്യാൻ കഴിയുന്നൊരു വാഹനം, പക്ഷേ പെർഫോമൻസ് ഇല്ല. അതുമാത്രമല്ല ബോഡി ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെയധികം ശോകമാണ്. നാടൻ ഭാഷയെ പറഞ്ഞാൽ മാരുതി സുസുക്കിയുടെ എസ്പ്രസോയാണ്. 2 എയർ ബാഗുമായിട്ട് നിലനിൽക്കുന്ന മാരുതിയുടെ 2 വാഹനങ്ങളിൽ ഒരു വാഹനമാണ് എസ്പ്രസോ.
പെട്രോളിലും CNGയിലും അവൈലബിൾ ആണ്. 3396 യൂണിറ്റുകളാണ് 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനം വിറ്റത്. 3,50,000 മുതൽ 5,25,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് AMD ട്രാൻസ്മിഷനൊക്കെ ഉണ്ട്. 1 ലിറ്റർ 990 cc കെറ്റൻ സി എന്ന് പറയുന്ന എഞ്ചിനാണ്. ഒരു കാര്യം എടുത്തു പറയട്ടെ, ഇതിൻ്റെ AMD ട്രാൻസ്മിഷനൊക്കെ വെച്ചിട്ട് ഒരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇല്ലെങ്കിൽ വാഹനമൊട്ട് ഓവർടേക്ക് ചെയ്ത് പോകത്തുമില്ല. ഓപ്പോസിറ്റുള്ള വാഹനം നിങ്ങളുടെ തൊട്ടടുത്ത് വരികയും ചെയ്യും. അപ്പോൾ അതെല്ലാം ആലോചിച്ചുകൊണ്ട് വേണം ഈ 998 cc എന്ന് പറയുന്ന കെറ്റൻ സി എന്ന് പറയുന്ന എഞ്ചിൻ വിത്ത് AMD ട്രാൻസ്മിഷൻ നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങളതൊക്കെ ശ്രദ്ധിക്കണം. അതായത് ഒരു AMD ആണ്, ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പതുക്കെ അങ്ങോട്ട് പോകാം എന്നുള്ള രീതിക്ക് മാത്രം നമ്മൾ ഈ ഒരു വാഹനത്തെ കരുതിയാൽ മതി. എക്സ്പെഷ്യലി ഇതിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും. ഇനി 7ാം സ്ഥാനത്ത് ഹ്യുണ്ടായുടെ i10 എന്ന് പറയുന്ന ഒരു വാഹനമാണ്. മാന്യമായിട്ടുള്ളൊരു സെയിലാണ് ഈ ഒരു വാഹനം എപ്പോഴും നേടുന്നത്. 4010 യൂണിറ്റുകൾ 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു വാഹനം നേടിയിട്ടുണ്ട്. പെട്രോളിലും CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. അതുമാത്രമല്ല മാരുതി സുസുക്കിയുടെയൊക്കെ AGS എന്ന് പറയുന്നത് പോലെ തന്നെ ഓട്ടോ ഗിയർ ഷിഫ്റ്റ് എന്നുള്ള രീതിക്കാണ് അവരതിനെ ബാഡ് ചെയ്തിട്ടുള്ളത്. ഹ്യുണ്ടായിക്കും ഇതുപോലെ തന്നെ AMD ട്രാൻസ്മിഷനുണ്ട്. ആ ഒരു AMD ട്രാൻസ്മിഷനാണ് i10ലും വന്നിട്ടുള്ളത്. 5,55,000 മുതൽ 7,92,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 6ാം സ്ഥാനത്ത് ടാറ്റയുടെ ടിയാഗോയാണ്. ടിയാഗോയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണക്കാരന് EV സ്വപ്നങ്ങൾ അതിലേക്ക് ചിറക് വെച്ചത് ഈ ഒരു വാഹനം വന്നപ്പോഴാണ്. ഒരുപാട് ന്യൂനതകളുണ്ടോ എന്ന് ചോദിച്ചാൽ EVയുടെ കേസിലുണ്ട്. അത് ജനറേഷൻ 1 പ്ലാറ്റ്ഫോമാണ്. നിലവിലുള്ള ടിയാഗോ പെട്രോൾ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ചേസിസിൽ ചെറിയ മോഡിഫിക്കേഷൻ പോലും വരുത്താതെ എവിടെയൊക്കെയാണോ സ്പേസ് ഉള്ളത് അവിടെയൊക്കെ ബാറ്ററി പാക്ക് അറേഞ്ച് ചെയ്തിട്ട് ഈ ഒരു വാഹനം നിർമ്മിച്ചു എന്നുള്ളതാണ്. പക്ഷേ സിപ്ട്രോൺ ടെക്നോളജിയേക്കാൾ മച്ച് ബെറ്ററാണ് ഈ ഒരു വാഹനം. സിപ്ട്രോൺ ടെക്നോളജി നമുക്കറിയാമല്ലോ, മുമ്പുണ്ടായിരുന്ന നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന ആ സെയിം ടെക്നോളജിയാണ്. ടിയാഗോ 2025 ഡിസംബർ മാസത്തിൽ 5,826 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. പെട്രോളിൽ അവൈലബിൾ ആണ്, ഇലക്ട്രിക്കിൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കിൻ്റെ വില 7,99,000 മുതൽ 11,14,000 വരെയാണ്. CNGയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. CNG വിത്ത് AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 4,57,000 മുതൽ 7,82,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി അടുത്ത വരുന്ന വാഹനം മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ നിർമ്മിച്ച് ബമ്പർ മാറ്റി, ഹെഡ്ലൈറ്റ് മാറ്റി, ബ്രേക്ക് ലൈറ്റ് മാറ്റി, ടൊയോട്ടയുടെ എംബ്ലം ഫിറ്റ് ചെയ്ത്, സ്റ്റിയറിംഗിലും ടൊയോട്ടയുടെ എംബ്ലം ഫിറ്റ് ചെയ്ത് ഗ്ലാൻസ എന്ന പേരിൽ ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നു. അതാണ് ഈ ഒരു വാഹനം. K12N എന്ന് പറയുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. അത് മാരുതി സുസുക്കിയുടെ വാഹനമാണ്. ഇതൊരു ടൊയോട്ടയുടെ വാഹനമല്ല. ടൊയോട്ട വാഹനം എന്നൊരിക്കലും നമുക്ക് ഈ ഒരു വാഹനത്തെ പറയാൻ കഴിയില്ല. ടൊയോട്ടയുടെ ഗ്ലാൻസ എന്ന് പറയുന്ന ഈ വാഹനം ഇത് പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിലും അവൈലബിൾ ആണ്. 6,451 യൂണിറ്റുകളാണ് 2025 ഡിസംബർ മാസത്തിൽ ഈ ഒരു പർട്ടിക്കുലർ മോഡലിന് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 6,39,000 മുതൽ 9,15,000 വരെയാണ് ടൊയോട്ടയുടെ വാഹനങ്ങളാണ് എന്ന് വിചാരിച്ച് ആളുകൾ വാങ്ങുന്ന ഈ ഒരു വാഹനം ഡിസംബർ മാസം 2025 ടോട്ടൽ വിറ്റത് 6,451 യൂണിറ്റുകളാണ്. ഇനി 4ാം സ്ഥാനത്തേക്ക് വന്ന വാഹനം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്ഭുതമാണ്. AC ഓഫ് ചെയ്താൽ ഇവനെ പിടിക്കാൻ കഴിയില്ല എന്നുള്ളതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വളരെ ഫണ്ണിയായിട്ട് പറയുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷേ വാസ്തവമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുമ്പോഴത്തേക്കും ശരിക്കും ഇമ്പ്രസീവാണ്. മാരുതി സുസുക്കിയുടെ ഓൾട്ടോ K10 ആണ് ഈ ഒരു വാഹനം. K10 എന്ന് പറയുമ്പോഴത്തേക്കും അത് 998 cc ഇൻലൈൻ 3 സിലിണ്ടർ എഞ്ചിനാണ്. K10 C എന്ന് പറയുന്ന എഞ്ചിനാണ് ഇവിടെ വരുന്നത്. ഈ ഒരു വാഹനം 10,000-ന് മുകളിൽ സെയിൽസ് ക്രോസ് ചെയ്തു എന്നുള്ളത് അത്ഭുതമാണ്. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 6 എയർ ബാഗ് ഉണ്ട്. അതാണ് എടുത്തു പറഞ്ഞൊരു കാര്യം. ഈവൻ എസ്പ്രസോയ്ക്കും ഇഗ്നിസിനൊന്നും 6 എയർ ബാഗ് കൊടുത്തിട്ടില്ല. ഈ ഒരു വാഹനത്തിന് 6 എയർ ബാഗ് ഉണ്ട്. 10,829 യൂണിറ്റുകളാണ് 2025 ഡിസംബർ മാസത്തിൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 3,70,000 മുതൽ 5,40,45,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഇനി 30 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യൻ മാർക്കറ്റ് അടക്കി വാഴുന്ന ഒരു വാഹനമാണ് 3ാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. മാരുതി സുസുക്കിയുടെ ടോൾ ബോയ് കോൺസെപ്റ്റിലുള്ള വാഗണാറിന് 2 എഞ്ചിൻ ഓപ്ഷനുണ്ട്. 1 ലിറ്ററും ഉണ്ട്, 1.2 ഉണ്ട്. 1 ലിറ്റർ എന്ന് പറയുന്നത് ഈ 998 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. ഇനി ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, മാരുതിയുടെ 3 സിലിണ്ടറിൻ്റെ 7 തെത്തില്ല ടാറ്റയുടെ 4 സിലിണ്ടർ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പോലും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മാരുതി സുസുക്കി വാഗണാറിന് 1.2 ലിറ്റർ എന്ന് പറയുന്ന ഒരു എഞ്ചിനും കൂടിയുണ്ട്. അതൊരു ഓപ്ഷനാണ്. ശരിക്കും അത് ടോപ്പ് എൻഡിൽ മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നുള്ളൂ. അതിൽ AMD ട്രാൻസ്മിഷനും അവൈലബിൾ ആണ്.
നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് K12N എന്ന് പറയുന്ന എഞ്ചിനാണ്. എപ്പോഴും ജനങ്ങൾക്ക് എന്താണ് ആവശ്യമുള്ളത് ആ ഒരു അപ്ഡേഷൻ അവർ ഈ ഒരു വാഹനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സ്യുവൽ സീറ്റൊക്കെ ഇനി വരാൻ പോവുകയാണ് വാഗണാറിൽ. 2025 ഡിസംബർ മാസത്തിൽ 14,575 യൂണിറ്റുകൾ ടോട്ടൽ അവർ വിറ്റു. പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. 4,99,000 മുതൽ 6,95,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. ഇനി രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റാണ്. സ്വിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും ആ സെയിം എഞ്ചിൻ Z12E എന്ന് പറയുന്ന ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന ജനറേറ്ററായിട്ട് വയ്ക്കാൻ പോകുന്ന ആ ഒരു സെയിം എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിലുള്ളത്. പക്ഷേ ദിസ് ഈസ് മച്ച് ബെറ്റർ ദാൻ ടാറ്റാസ് 3 സിലിണ്ടർ എഞ്ചിൻ. ഇതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 25 കിലോമീറ്ററിനടുത്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുന്നത്. പ്രാക്ടിക്കലി അത്രയൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ഈ ഒരു 3 സിലിണ്ടർ എഞ്ചിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മാക്സിമം ഒരു ഫ്യൂൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് റിയൽ ലൈഫിൽ ഒരു 20 to 21 വരെയാണ്. സ്വിഫ്റ്റ് 2025 ഡിസംബർ മാസത്തിൽ 18,767 യൂണിറ്റുകൾ ടോട്ടൽ അവർക്ക് വിൽക്കാൻ കഴിഞ്ഞു. CNGയിലും പെട്രോളിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. ഇനി ഒന്നാം സ്ഥാനത്ത് മാരുതി സുസുക്കിയുടെ പ്ലാന്റിൽ മാരുതി സുസുക്കി ഉണ്ടാക്കി ബാഡ്ജ് വിറ്റ ഈ ഒരു വാഹനം ഗ്ലാൻസ എന്ന പേരിലാണ് അവർ വിറ്റത്. അത് 6,451 യൂണിറ്റുകളായിരുന്നെങ്കിൽ ഈ സെയിം വാഹനം മാരുതി വിറ്റപ്പോൾ നിങ്ങൾ വിശ്വസിക്കത്തില്ല, 22,108 യൂണിറ്റുകൾ വിറ്റു എന്നുള്ളതാണ്. ഏകദേശം 3 മടങ്ങിന് മുകളിൽ ഗ്ലാൻസയുമായിട്ടുള്ള സെയിൽ കൂടി എന്നുള്ളതാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും സെയിം വാഹനമാണ്, രണ്ട് മാനുഫാക്ചർ വിൽക്കുമ്പോഴുള്ള അവസ്ഥ അതാണ്. ഇപ്പോൾ പെട്രോളിൽ അവൈലബിൾ ആണ്, CNGയിൽ അവൈലബിൾ ആണ്. CNG മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്യൂൽ എഫിഷ്യൻസിയാണ്. അത് പെട്രോളിൽ തന്നെ 23-നടുത്തൊക്കെ ഫ്യൂൽ എഫിഷ്യൻസി ക്ലെയിം ചെയ്യുന്നുണ്ട്, 22 കിട്ടുന്നുമുണ്ട്. K12N എന്ന് പറയുന്ന എഞ്ചിൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. AMD ട്രാൻസ്മിഷനിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. 1.2 ലിറ്ററിലാണ് ഈ ഒരു വാഹനം വരുന്നത്. 5,99,000 മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വളരെ ലോ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വാഹനങ്ങൾ ഇന്ത്യൻ സാഹചര്യത്തിന് യോജിക്കുന്നതല്ല എന്നുള്ള രീതിക്കാണ് ടാറ്റ മോട്ടോഴ്സ് തീർച്ചയായിട്ടും അവരുടെ പഞ്ചിൻ്റെ ലോഞ്ചിങ് സെറമണിയിൽ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞത്. തീർച്ചയായിട്ടും ഒരുപാട് വാഹനങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് വാഹനമാണ് വേണ്ടത് എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുക. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഒരുപാട് ലെങ്തി ആയി പോയി വീഡിയോ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഇതിനെക്കുറിച്ചിട്ടാണ്. പക്ഷേ ഇഗ്നിസും സെലേറിയൊക്കെ എവിടെയാണെന്നൊരു ചോദ്യമുണ്ട്. ഇഗ്നിസ് 12ാമത്തെ സ്ഥാനത്താണ്. 1910 യൂണിറ്റുകൾ മാത്രമാണ് അവർക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5,30,000 മുതൽ 7,50,000 വരെയാണ്. 7,42 ആയിരുന്നു ഇതിൻ്റെ ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക്കിൻ്റെ പ്രൈസ്. അതിപ്പോൾ കൂട്ടി എന്നുള്ളത് നിങ്ങൾ നോക്കിയോ? അത് മാത്രമല്ല സെലേറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സെയിൽ ഒരു 2,000 മുകളിൽ നിൽക്കുന്നുണ്ട്. 2025 ഡിസംബർ മാസത്തിൽ 2,272 യൂണിറ്റുകൾ അവർക്ക് ടോട്ടൽ വിൽക്കാൻ കഴിഞ്ഞു. 11ാം സ്ഥാനത്താണ് ഈ ഒരു വാഹനം. തീർച്ചയായിട്ടും അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാരുതിയുടെ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ലിസ്റ്റാണ് ഈ ഒരു ലിസ്റ്റ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ലെങ്തി ആയിട്ടുള്ള വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.